നഴ്സറി എഴുതി വെച്ചിട്ട് അവിടെ പ്രശാന്ത് കത്തിയത്. അതല്ലേ ചേച്ചി ഇവിടുത്തെ കാര്യമാണോ? പിന്നെ ഞാൻ എടുത്ത കാര്യം. ചേച്ചി ഓർക്കുന്നുണ്ടോ അന്നേരം? പിന്നെ ഞങ്ങളുടെ നാടല്ലേ വളർന്ന കര. അതിപ്പോൾ 10-23 വർഷമായില്ലേ? ഹോസ്പിറ്റലാണ്, നോക്കി വരണം. ഇപ്പം ഞങ്ങളിരിക്കുന്നത് നമ്മുടെ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിച്ച ഒരു അപകടം നടന്ന ഒരു ബസ് സ്റ്റോപ്പിലാണ്. ആ ഒരു ലൊക്കേഷനിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. പാല അയങ്കൊമ്പ് റൂട്ടിൽ 1998 നടന്നൊരു വലിയ അപകടം. ആ അപകടം നടന്നത് അയങ്കൊമ്പ് 6 മൈൽ എന്ന സ്ഥലത്താണ്. ആ ഒരു ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഞാനും ഡാനി ഇരിക്കുന്നത്. പാലയിൽ നിന്നും തൊടുപുഴയ്ക്ക് പോയ പ്രശാന്ത് ബസ്സാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ഏതാണ്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു പോസ്റ്റിൽ ഈ വണ്ടി ഇടിക്കുകയും വലത്തോട്ട് വണ്ടി മറിഞ്ഞിട്ട് ഈ ഭാഗത്താണ് കിടന്ന വണ്ടി കത്തിയത്. ചേട്ടൻ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. അപ്പോൾ ചേട്ടനൊക്കെ അന്ന് ഈ സംഭവം നടന്നപ്പോൾ ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു അല്ലേ? പ്രശാന്ത് ബസ് അല്ലേ? ഞാൻ വണ്ടി ഓട്ടം പോയിക്കൊണ്ട് ബസ് കത്തുന്നു പറഞ്ഞു. ചേട്ടൻ അന്ന് വണ്ടി ഓടിക്കണോ? അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ അറിഞ്ഞു കേട്ടിവിടെ വരുമ്പോൾ ഈ ആളി കത്തിക്കൊണ്ടിരിക്കുക. ആൾക്കാർ നമുക്ക് അങ്ങ് അടുക്കത്തില്ല. അപ്പോൾ ഇറങ്ങി വരുന്ന ആൾക്കാർ നമ്മൾ താഴെ ഒരു വരലുണ്ട്. ആ വരലോട്ട് കൊണ്ട് കിടത്തും. എന്നറിയോ, നമ്മൾ കൈ പിടിക്കുന്നത് നമ്മുടെ കൈയിലോട്ട് തൊലിയെല്ലാം കൂടെ കെട്ടുക. അതങ്ങോട്ട് ചെല്ലത്തില്ല, ചൂട് കാരണം ചെല്ലത്തില്ല. ഈ ഇറങ്ങി വരുന്നവരെ നമ്മൾ കൊണ്ടുപോയി വണ്ടി വരുന്നതനുസരിച്ച് ആശുപത്രി കൊണ്ടുപോയി. 22 പേരൊന്ന് മരിച്ചിട്ടുണ്ടല്ലേ? അതിലേറ്റവും തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൊച്ച്, അമ്മയും കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചിനെ ആ പള്ളം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കാം. അവിടെ അത്രയും ഭാഗം കത്തിയിട്ടില്ല. അപ്പോൾ കാര്യം പറഞ്ഞ വഴി വലിയ വളവോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതേ കണ്ടീഷൻ തന്നെയാണ്. അല്ല, അന്ന് പഴയ മോട്ടർ വഴി എത്ര വീതി ഇല്ലല്ലേ? വീതി കുറവാണ്. അതല്ല, വേറെ അപ്പുറമുള്ള ഓട്ടക്കാരൻ പറഞ്ഞു അന്ന് പഴയ വഴി ഇങ്ങനെ കുണ്ടും കുഴിയുള്ള വഴിയാന്ന് പറഞ്ഞു. കട്ടറൊക്കെ ഉള്ള വഴികളാണ്. പക്ഷെ നമ്മുടെ ഈ കൊല്ലപ്പള്ളി തൊട്ട് നമ്മുടെ കുറിഞ്ഞു വരെയുള്ള വഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ കട്ടറൊന്നും ഇല്ലാത്ത വഴി തന്നെയാണ്. നല്ല അന്ന് നിരപ്പുള്ള വഴികളാണ്. ഇത്രയും വഴി നല്ല അത് ആ ഏറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റം കയറി തിരിഞ്ഞ് ഇവിടെ വന്നത് അത്രേ ഉള്ളൂ. വേറെ വണ്ടി ഓവർടേക്ക് ഇതൊന്നും അല്ലല്ലേ? ഇല്ല, അത് എന്തോ പറ്റി. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളൊക്കെ ഞങ്ങൾ പാലായിൽ പോയി കൊണ്ടിരുന്നു. പാലായിൽ എന്ന് പെട്രോൾ പമ്പുള്ളൂ. ഇവിടെ എടുത്തെങ്കിലും പമ്പില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടിക്കാർ ഒന്നെങ്കിൽ ഓട്ടം കിട്ടുന്നവർ ഓട്ടം പോയി അടിക്കും, ഇല്ലാത്തവർ കന്നാസുമായിട്ട് ബസ്സിൽ കയറിയാൽ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് കൊല്ലപ്പള്ളിയൊക്കെ പമ്പ് വന്നത്. കൊല്ലപ്പള്ളി വണ്ടി ഇപ്പം പോയി അടുത്തുണ്ട്. പിന്നെ വന്നതല്ലേ ഉടനടി വന്ന് പമ്പാകാം. കൊല്ലപ്പള്ളി പമ്പാണ്. കാരണം ഈ കുറിഞ്ഞു മുതലുള്ള ആൾക്കാർ ഇങ്ങോട്ട് പോരുക, അല്ലെങ്കിൽ പിന്നെ അവർക്ക് തൊടുപുഴയ്ക്ക് പോകണം. അപ്പം ഇത്രയും ഭാഗത്തെ വണ്ടിക്കാർ മുഴുവൻ ഈ പെട്രോൾ കൊണ്ടിരുന്ന ബസ്സൊക്കെ. ആദ്യം ഈ വാർത്ത വന്നപ്പോഴത്തേനും അതും ബസ്സിൽ പെട്രോൾ ഉണ്ടായിരുന്നു. അത് തീ കത്താൻ ആഗ്രഹിച്ചതാകാം. ഓ ശരി ശരി. പെട്രോൾ ആകുമ്പോൾ കുറച്ചാളും മതിയല്ലോ. മൊത്തം മറിയുമ്പോഴത്തേനും മൊത്തത്തിൽ ജാറ് ഒരു ഫുള്ള് ജാറ് 20 ലിറ്ററിൻ്റെയൊക്കെ ജാറ് കൊണ്ടിരുന്ന ഞങ്ങൾ അന്നൊക്കെ കാലത്ത് വണ്ടികളുണ്ട്. ആരെങ്കിലൊക്കെ മേടിച്ചോണ്ട് പോകുന്ന പിന്നെ കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. പെട്രോൾ എടുത്ത് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ പോകുന്നത്, ഞങ്ങൾ പോയി പാലയിൽ പോയി ബസ്സിൽ വണ്ടി കൊണ്ടിട്ടിട്ട് ഞങ്ങൾ ബസ്സിന് പോയി പെട്രോൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ഞാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നല്ലേ? അന്ന് പെട്രോൾ പമ്പില്ലല്ലോ. അന്ന് തൊടുപുഴയ്ക്ക് പോകാനല്ലേ പാലയിൽ പോകും. 6 മൈൽ കഴിഞ്ഞാ പോകുന്നല്ലേ? ഞങ്ങൾ അവിടെ ഈ പണ്ടൊരു ബസ് അപകടം ഉണ്ടായില്ലേ? അവിടെ അവിടെയല്ലേ? കാവാലൻ നഴ്സറി എഴുതി വെച്ചിട്ട് അവിടെ പ്രശാന്ത് കത്തിയത്. അതല്ലേ? ചേച്ചി ഇവിടുത്തെ കാര്യമാണോ? പിന്നെ ഞാൻ എടുത്ത കാര്യം. ചേച്ചി ഓർക്കുന്നുണ്ടോ അന്നേരം? പിന്നെ ഞങ്ങളുടെ നാടല്ലേ വളർന്ന കര. അതിപ്പോ 10-23 വർഷമായില്ലേ? പിന്നെ ആയില്ലേ? ആ സ്ഥലം കാണെങ്കിൽ അവിടെ ചെന്ന് ആരോട് പറഞ്ഞാലും കാണിച്ചു തരും. അതല്ലേ? അവിടെയല്ലേ? നേഴ്സറി അവിടെ അങ്ങാ സൈഡിലാണ് കത്തിയത്. അവിടെ ഒരു മാട്, അവിടെ വീടൊക്കെ ഉണ്ടാക്കും. അവര് പോയി അവിടെ ഒരു റെമ്പൂട്ടാൻ നിൽപ്പുണ്ട് നാട്ടിൽ. അവിടെയല്ലേ? മുകളിലായിട്ട് ആ മാടിന്റെ മുകളിലായിട്ട്. ചേച്ചി ഓർക്കുന്ന സംഭവം പിന്നെ ഞങ്ങളൊക്കെ അന്ന് കണ്ടത്തി ഞാറ് പറിച്ചോണ്ട് നിൽക്കുമല്ലേ? ഇങ്ങനെയുള്ള കണ്ടത്തില് കൃഷിയല്ലായിരുന്നു. അന്ന് കണ്ടത്തി ഞാറ് പറിച്ചായിരുന്നു.
മൊത്തം കത്തിപ്പോയല്ലേ? കുറച്ച് പേരെങ്ങാണ്ട് രക്ഷപ്പെട്ടോ ഇല്ലയോ അത് ശരിയൊരു അറിയത്തില്ല. അപ്പൊ അവിടെ ചെന്ന് ചോദിച്ചാൽ അവിടെ വീട്ടുകാരുണ്ട് പോലെ അവരോട് ചോദിച്ചാൽ കാണിച്ചു ആ പുറകോട്ട് പോകും. നഴ്സറിയുടെ അവിടെ ചെല്ലണം, റബ്ബർ നഴ്സറി എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയാ. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് മോളി. പാലായിന്ന് തൊടുപുഴയ്ക്കുള്ള റൂട്ടാണിത്. പാലായിന്ന് വരുന്ന വണ്ടി ഇങ്ങോട്ടാണ് തൊടുപുഴയ്ക്ക് പോകുന്നത്. അപ്പോൾ ഈ പ്രശാന്ത് ബസ് അന്ന് വന്നപ്പോൾ പാല ഈ റൂട്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഇവിടെ നിന്നൊരു പോസ്റ്റിൽ ഇടിച്ചിട്ട് വണ്ടി ആ സൈഡിലോട്ട് മറിയുമായിരുന്നു. അവിടെയാണ് വണ്ടി മറിഞ്ഞ് കിടന്ന് കത്തിയത്. ആ ഭാഗത്താണ്. 6 മൈൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഏകദേശം ആ ഒരു ലൊക്കേഷനാണ്, നമ്മുടെ ഡാനി നിൽക്കുന്ന ലൊക്കേഷനിലാണ് വണ്ടി കത്തിയത്. അതുകൊണ്ട് തൊട്ട് താഴെ കണ്ടമാണ്. നമ്മുടെ ചേച്ചി പറഞ്ഞത് ഇവിടെയൊക്കെ എന്നാൽ ആ കണ്ടത്തിൽ പണിയുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അന്ന് അപകടത്തിൽപ്പെട്ട പ്രശാന്ത് ബസ്സിൻ്റെ അവശിഷ്ടങ്ങൾ രാമപുരത്ത് എവിടെയോ ഉണ്ട് എന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ രാമപുരത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പം രാമപുരം ടൗണിലാണ് ഇപ്പോൾ നമ്മൾ. ബസ് തപ്പിയുള്ള യാത്രയാണ്. ബസ്സൊന്നും പറയാൻ പറ്റത്തില്ല. 1998 നടന്ന ഒരു അപകടം ആയതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് പോലും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഏതായാലും ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് അതൊന്ന് നോക്കിയിട്ട് പോകാം. നമ്മളൊക്കെ ഒരു വാഹന പ്രേമി ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇതിനൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് മാത്രം ഇത് തപ്പി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കിത് എവിടെയാണെന്നുള്ളതൊന്നും കൃത്യമായിട്ട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ഇവിടെ രാമപുരത്ത് വന്ന് ചോദിച്ചിട്ട് പോലും പലർക്കും ഇതിനെപ്പറ്റി ഒരു കാര്യങ്ങൾ അറിയത്തില്ല. ഇത്രയും വർഷമായതുകൊണ്ട് തന്നെ ആൾക്കാർ ഇതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടുള്ള ബോധ്യമില്ല താനും. അപ്പോൾ നമ്മൾ പലയിടത്തും അന്വേഷിച്ചു, പലരും പറഞ്ഞു ഈ വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഉണ്ടായില്ലേ ആ വണ്ടി ഇവിടെ എങ്ങാണ്ട് കിടപ്പുണ്ടോ? അതെവിടെ? അതിന്റെ അടിയിലായിട്ട് റോഡിൽ നിന്ന് കാണാം അല്ലേ? ഇതാണല്ലോ. കിടപ്പുണ്ടല്ലേ? കപ്പക്കാത്തൊന്നും കയറാം. കപ്പക്കാത്തൊക്കെ കയറാം. ആയിക്കോട്ടെ. ഹോസ്പിറ്റലാണ്, നോക്കി വരണം. കപ്പയ്ക്കെന്തോ മരുന്നൊക്കെ കഴിച്ചിട്ടേക്കുക. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുന്ന ഏതൊരു വാഹനപ്രേമിയുടെയും ഹൃദയം തകരുന്ന വേദനാജനകമായ ഇവിടെ വന്ന് ഐങ്കൊമ്പ് വാഹന ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾ കാണുന്ന
ഏതൊരു വാഹനപ്രേമിയുടെയും മനസ്സ് തകരുന്ന കാഴ്ചകളാണ്. ഈ ദുരന്തം കഴിഞ്ഞ് ഇത്ര വർഷം പിന്നിട്ടെങ്കിലും ഇവിടെ വന്ന് നേരിട്ട് ഈ വാഹനവും ഇതിൻ്റെ അവശേഷിപ്പുകളും കാണുമ്പോൾ അന്ന് നടന്ന അപകടത്തിൻ്റെ തീവ്രത നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഡ്രൈവറും അറിഞ്ഞുകൊണ്ട് ഒരപകടവും വരുത്തി വയ്ക്കില്ല. അങ്ങനെ ചെയ്യുവാൻ ഒരു ഡ്രൈവർക്കും സാധിക്കത്തില്ല. ഇനി ഒരിക്കലും ഒരിടത്തും ആർക്കും ഇതുപോലെയുള്ള ദുരന്തങ്ങൾ, അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി